ആലപ്പുഴ ചെങ്ങന്നൂരിൽ കുളത്തിന്റെ മതിൽ തകർന്ന് അപകടാവസ്ഥയിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗം ഇടിഞ്ഞു താഴ്ന്നതോടെ ഗതാഗതവും പ്രതിസന്ധിയിലായി. മഴക്കാലം എത്തിയതോടെ ദ്രുതഗതിയിൽ കുളം നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെങ്ങന്നൂർ നഗരസഭയിലെ 11-ാം വാർഡിൽ കീഴ്ച്ചേരി മേൽപ്പള്ളിയോടക്കടവിലേക്കുള്ള റോഡിന്റെ അവസ്ഥയാണിത്. 4.5 വർഷം മുൻപ് 15 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച റോഡിന്റെ ഒരു ഭാഗം 7 മാസം മുൻപാണ് കൽക്കെട്ട് തകർന്ന് കുളത്തിലേക്ക് ഇടിഞ്ഞു വീണത്. ഇതോടെ ഈ ഭാഗത്തു കൂടിയുള്ള യാത്ര തീർത്തും അപകടകരമായി മാറി. റോഡിന്റെ വളവോട് കൂടിയ ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത്. ഇത് വാഹനയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും കൂടുതൽ ദുരിതത്തിലാക്കുകയാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ ചെങ്ങന്നൂർ വിഘ്നേശ്വര ക്ഷേത്രത്തോടും കിടക്കുന്ന റോഡുകളിലെ ഒരു മെയിൻ റോഡാണിത്. ഈ റോഡിന്റെ ആ ഭാഗത്ത് ഏകദേശം 10-50 വീടുകളോളം താമസമായിട്ട് അവർക്ക് ഉപയോഗപ്രദമായി കിടക്കുന്ന ഒരു റോഡായിരുന്നു ഈ കാണുന്നത്. കഴിഞ്ഞ 7 മാസമായിട്ടും ഈ റോഡിന്റെ ഒരു കുളത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് ഈ റോഡുമായിട്ട് ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നാളിതുവരെ തഹസിൽദാർക്കും ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA മന്ത്രി കൂടിയായ സൈചെറിയാനും അടക്കം വാർഡ് കൗൺസിലർ നിവേദനം നൽകിയിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇത് ചെയ്യുവാൻ വേണ്ടി അതിന്റെ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നാളിതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ശബരിമല തീർത്ഥാടകർ ധാരാളമായി എത്തുന്ന ശ്രീ വിഘ്നേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴിയാണിത്. കൂടാതെ 50ഓളം വീടുകളിലേക്കും ദിവസവും 100 കണക്കിന് വാഹനങ്ങളും ആളുകളും ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. റോഡ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ ഇരുവശത്തും കയർ കെട്ടി അപകട സൂചന നൽകിയിട്ടുണ്ട്. കുളത്തിന്റെ കൽക്കെട്ട് പുനർനിർമ്മിക്കുന്നതിനായി 5 ലക്ഷം രൂപ നഗരസഭയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നതാണ് നടപടി വൈകാൻ കാരണമെന്നാണ് നഗരസഭയുടെ വാദം. കാലവർഷം ഇനിയും അതിഗംഭീരമായിട്ട് ഇനിയും ഈ അടുത്ത ആഴ്ച വരാനിരിക്കെ ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് ഈ പറയുന്ന റോഡ് ഉപയോഗപ്രദമാകാവുന്ന രീതിയിൽ ഒരു കാരണവശാലും നടത്തിക്കൊണ്ടുപോകുന്ന രീതിയിലല്ല ഇപ്പൊ കാണുന്നത്. വളരെ കഷ്ടത അനുഭവിക്കുന്നവരും പ്രായമുള്ളവരും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആൾക്കാരുമായിട്ടുള്ള ഒരു സമയമാണിത്. അതുപോലെ തൊട്ടുപുറകിൽ പമ്പ നദി ഒഴുകുകയാണ്. വെള്ളപ്പൊക്കവും അനുസരിച്ച് ഇവിടെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ ഈ റോഡ് വളരെ തന്ത്രപ്രധാനമായിട്ടൊരു റോഡാണ്. അധികാരികൾ ഇതുവരെ ഈ റോഡിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുമില്ല. നഗരസഭയുടെ ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഈ റോഡ് 5 ലക്ഷം രൂപയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. വാർഡ് കൗൺസിലിന്റെ നിരന്തരമായിട്ടുള്ള പ്രയത്നം കൊണ്ട് 5 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടും നാളിതുവരെ അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും അതിന്റെ TS കിട്ടാനുള്ള നടപടികൾ പോലും മുനിസിപ്പാലിറ്റിയുടെ അധികാരികൾ ഇതുവരെ ഇതിന്റെ ഉദ്യോഗസ്ഥർ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പമ്പാ നദിക്ക് സമീപമുള്ള പ്രദേശമായതിനാൽ കാലവർഷത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശമാണിത്. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട റോഡാണ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് കുളത്തിന്റെ കൽക്കെട്ട് പുനർനിർമ്മിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.